നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അസാധാരണമായ ഒരു സമരത്തിലേക്ക് നീങ്ങുകയാണ് കേരളം. കേരള മുഖ്യമന്ത്രിയും മന്ത്രിസഭയപ്പാടെയും ഭരണപക്ഷ MLA-മാരും ഡൽഹിയിൽ ജന്തർ മന്ദറിൽ കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിന് പോവുകയാണ്. 8-ാം തീയതിയാണ് ഈ സമരം നടക്കുന്നത്. ഈ സമരം മുമ്പ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് UPA-യുടെ കാലത്താണ് സമാനമായ രീതിയിൽ കേരളം ഒരു സമരം നടത്തിയത്. അന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇതുപോലെ തന്നെ കേരളത്തിന്റെ മന്ത്രിസഭയപ്പാടെ ഡൽഹിയിൽ പോയി ജന്തർ മന്ദറിൽ സമാനമായ സമരം നടത്തിയിരുന്നു. കേരളത്തിന് ന്യായമായും ലഭിക്കേണ്ട വിഹിതം കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നുള്ള വിഷയം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയിട്ടും ആ കേരള അവഗണന ഇപ്പോഴും തുടരുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരളം ഇത്തരമൊരു സമരത്തിലേക്ക് വരുന്നത്. ഇതിൽ പ്രതിപക്ഷത്തെയും സർക്കാർ ക്ഷണിച്ചിരുന്നു. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം അത്തരമൊരു സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. കേന്ദ്രം പണം നൽകാത്തത് മാത്രമല്ല, കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് കൂടി പ്രശ്നമാണ് എന്നുള്ള വിഷയമാണ് പ്രധാനമായും കോൺഗ്രസ് ഉയർത്തിക്കാണിക്കുന്നത്. എന്തായാലും അത്തരമൊരു സമരത്തിലേക്ക് നീങ്ങുകയാണ്. വിവിധ പ്രതിപക്ഷ കക്ഷികളിലെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഈ സമരത്തിൽ പങ്കെടുക്കുകയും അതിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ സമരത്തെക്കുറിച്ചാണ്, ഇങ്ങനെ ഒരു സമരം കേരളം ചെയ്താൽ ഫലം ഉണ്ടാകുമോ എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മിസ്റ്റർ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി പ്രതികരിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, 8-ാം തീയതി കേരളം ഒരു അസാധാരണമായ സമരത്തിന് ഡൽഹി വേദിയാക്കുകയാണ്. കേരളത്തിന്റെ മന്ത്രിസഭ ഒന്നാകെ, ഭരണ പാർട്ടിയിലെ MLA-മാർ ഒന്നാകെ അവിടെ സമരം ചെയ്യുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ കേരള അവഗണനയ്ക്കെതിരെയാണ് ഈ സമരം. ഇങ്ങനെ ഒരു സമരം കൊണ്ട് കേരളത്തിന് നേട്ടം ഉണ്ടാകുമോ? നമസ്കാരം സാർ. നമസ്കാരം. കേരളത്തിൽ ഒരു നഷ്ടവും കൂടി ഉണ്ടാവും. ഇത്രയും MLA-മാരും മന്ത്രിമാരും അവിടെ തമ്പടിച്ചാൽ അതിന്റെ ചെലവ് നഷ്ടമാവും, അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം INDA-യുടെ സഖ്യം മറ്റേ നേതാക്കന്മാർ വരുമെന്ന് പറഞ്ഞു. INDA എന്നൊരു സഖ്യം ഇന്ത്യയിൽ ഇപ്പോ അങ്ങനെ ഒരു സഖ്യം ഉണ്ട് സാറ് തോന്നുന്നുണ്ടോ? അവർക്ക് ആദ്യം ഒന്നിക്കട്ടെ അവർ, എന്നിട്ട് INDA സഖ്യം എന്ന് സാറ് പറ. അവർ ആദ്യം എവിടെ നിൽക്കൂന്ന് കാണട്ടെ. INDA ഉണ്ടാക്കിക്കുന്നല്ലാതെ അതിലെ നേതാക്കന്മാർ നാല് ചേരിയിലേക്ക് തിരിഞ്ഞിരിക്കുക. പിന്നെ കേരളത്തിലെ മന്ത്രിമാരും MLA-മാരും പോകുന്നത് 13-ാം തീയതി സുപ്രീം കോടതി വിധി പറയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അർഹതപ്പെട്ടത് കൊടുക്കുന്നില്ലെന്ന്. അപ്പൊ അതിനിടയിൽ അവർ നടത്തിയ അഴിമതിയും ക്രമക്കേടും അത് മണ്ണിട്ട് മൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ സമരം കൊണ്ട് കേരളത്തിൽ നഷ്ടമേ ഉണ്ടാവും. ഈ MLA-മാർ പറയുന്നത് കേരളത്തിന് അങ്ങനെ അർഹതമായ ഒരു വിഹിതം ലഭിച്ചില്ലെങ്കിലും കേരളം അത്തരത്തിലേക്കുള്ള സമരത്തിലേക്ക് നീങ്ങണ്ട എന്നതാണോ? അങ്ങനല്ല സാർ. 13-ാം തീയതി കോടതി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി. അതായത് ഫെഡറൽ സംവിധാനത്തിന് സ്റ്റേറ്റിന് അർഹതപ്പെട്ടത് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ ആ സമരത്തിന് ഞാനും പങ്കാളിയാവും ഒരു വോട്ടർ എന്ന രൂപത്തിൽ. മനസ്സിലായി? എന്റെ പ്രതിഷേധം ഉണ്ടാവും. പക്ഷെ സത്യമായിരിക്കണം അത്. ഇവരുടെ അഴിമതിയും ക്രമക്കേടും. താങ്കൾ പറയുന്നത് അങ്ങനെ സത്യമല്ല, കേരളത്തിന് ന്യായമായ എല്ലാ വിഹിതവും കിട്ടുന്നുണ്ടെന്നാണ് അല്ലേ? ഒരിക്കലുമല്ല. കാരണം കേരള സർക്കാർ പറയുന്ന മുഴുവൻ കളവാണ്. ഇപ്പൊ ഇവർ വെച്ച കാര്യങ്ങൾ എന്താ? ഇപ്പൊ ഇവർ പ്രചരിപ്പിക്കുന്ന എന്താ വെച്ചാൽ ഇപ്പം റേഷൻ കടയിൽ കൂടി ഇവർ കൊടുക്കുന്ന സംവിധാനം. അങ്ങനെ ഒരു സർക്കാർ കളവാണ് പറയുന്നെങ്കിൽ, പരസ്യമായി നിയമസഭയിലൊക്കെ കളവാണ് പറയുന്നെങ്കിൽ അതിനെതിരെയൊക്കെ നടപടി സ്വീകരിക്കാനും ഒക്കെയുള്ള വകുപ്പുകളില്ലേ? അല്ലെങ്കിൽ അത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനും ചെയ്തുകൂടെ? കേന്ദ്ര സർക്കാരിന് അങ്ങനെ എന്നിട്ട് ഫെഡറൽ സംവിധാനത്തിൽ ജനാധിപത്യ ദംശനം ചെയ്തെന്ന് പറയണ മാത്യു കോൽനാടനെ പോലെ ബഹുമാനിയായ MLA-മാർ പ്രതികരിക്കുന്നുണ്ട്. ആർജമുള്ള MLA-മാർ. അദ്ദേഹം മാത്യു കോൽനാടൻ പറഞ്ഞത്, ഇവർ പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണെന്നല്ല പറഞ്ഞത്. ഇവർ പറഞ്ഞ അത്ര തുക, പൊതുവേദിയിൽ പറഞ്ഞ അത്ര തുക നൽകാനില്ല. പക്ഷേ കേന്ദ്രം തുക നൽകാനുണ്ട്, പക്ഷെ അത്രയും ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാനും പറയുന്നില്ല, എനിക്കും അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഇവർ പറയുന്നത് കളവാണ്. ഇവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഒരു വിഹിതം മാത്രമേ ഉള്ളൂ. അത് കണക്ക് ബോധിപ്പിക്കാത്തതുകൊണ്ടാണ് എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് എന്റെ ചോദ്യത്തിന് ധനകാര്യമന്ത്രി പറഞ്ഞത്. ഓക്കെ, താങ്കളുടെ അഭിപ്രായം അത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ബാലരാമപുരത്തു നിന്നും ശിവദാസനാണ്, ക്ഷമിക്കണം. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ വിഹിതം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ കേരളത്തിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ ഒരു ഭാഗം പോലും കേരളത്തിന് ലഭിക്കാത്ത അവസ്ഥ. മറ്റ് പല സംസ്ഥാനങ്ങൾക്കും വലിയ അളവിൽ ഈ തുക ലഭിക്കുമ്പോൾ കേരളത്തെ മാത്രം അവഗണിക്കുന്നത്, അത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനം എന്ന നിലയ്ക്കാണ് അവഗണിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയമായ ചോദ്യം കൂടി, അല്ലെങ്കിൽ അത്തരമൊരു വിഷയം കൂടി ഉന്നയിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു സമരത്തെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? കേന്ദ്രം കൊടുക്കാണ്ട എല്ലാം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ റെയിൽവേക്ക് വേണ്ടി 360 കോടി രൂപ പള്ളിച്ച പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ല പള്ളിച്ച പഞ്ചായത്ത് കൊടുത്ത രൂപ പോലും അവർ കൊടുക്കാതെ എടുത്ത പൈസ മാറ്റിയിരിക്കുകയാണ്. മറ്റ് സ്റ്റേറ്റിൽ അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തകരാറുകളുണ്ടോ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ,
താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരള സർക്കാർ കേരളത്തിന് അർഹമായ വിഹിതം ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹിയിൽ ഒരു സമരം ചെയ്യുകയാണ്. അസാധാരണമായ ഒരു സമരമാണ്. ഇതിനു മുമ്പ് UPA കാലത്ത് VS അച്യുതാനന്ദനാണ് ഈ മട്ടിൽ ഒരു സമരം നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്തും അങ്ങനെ ഒരു സമരം വരുന്നു. എന്താണ് ഈ സമരത്തെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? കേൾക്കാം. VS പോയത് ജനങ്ങളെ ഇവിടെ പറ്റിച്ചിട്ടല്ല പോയത്. ഇന്നലെ ഇവിടെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചിട്ടാണ് ഇവരിപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്നത്. കാരണം പറഞ്ഞുതരാം, ഒരു എന്തെങ്കിലും ഒരു പ്രതീക്ഷ കേരള ജനങ്ങൾക്ക് ഇന്നലെ കൊടുക്കാൻ ഇവർക്ക് സാധിച്ചോ? കേരള ജനം ആഗ്രഹിച്ചത് സപ്ലൈകോയ്ക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും. സാധാരണക്കാരന് 6 മാസത്തെ പെൻഷൻ 1 മാസത്തെ പെൻഷൻ കിട്ടി. ഇതൊന്നിനും ഒരു മറുപടി ഇല്ലാതെ ജനത്തിനെ വെറുതെ ഇന്നലെ വരെ പൊട്ടന്മാരാക്കി. എന്നിട്ട് ഇവരുടെ കേന്ദ്രത്തിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് ഡൽഹി പോയത് ഒരു സാധാരണ ജനത്തിന്റെ ഒരു പിന്തുണ ഇവർക്ക് കിട്ടാൻ പോകില്ല. ഇത് വിഷമത്തോടെ പറയുകയാണ്, വളരെ വിഷമമുണ്ട്. 1 മാസത്തെ പെൻഷൻ കൊടുക്കുമെന്ന് ഏതെങ്കിലും ഡേറ്റ് കൊടുക്കുമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോ, ഒന്ന് പറ. ശരി, ആ പെൻഷന്റെ വിഷയത്തിൽ പെൻഷൻ നൽകും എന്നാണ് അവർ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പെൻഷൻ നൽകാനുള്ള ഏർപ്പാട് ചെയ്യും, അതിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് പറഞ്ഞു? എന്ന് കൊടുക്കുമെന്ന്, എവിടെ കൊടുക്കുമെന്ന്? ഒരുക്കുമെന്ന് പറയാണ്ട് കുറെ നാളായില്ല. ഇത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. താങ്കൾ പറഞ്ഞത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എന്തായാലും ഇന്ന ദിവസം കൊടുക്കുമെന്ന് പറഞ്ഞില്ല, പക്ഷെ കൊടുക്കും എന്ന് പറഞ്ഞു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആൾക്കാ പറയാൻ പറ്റില്ല. തരാം ഈ കർക്കിടക മാസത്തിൽ തവള അവിടെ ഇരുന്നോണ്ട് തറാം എന്ന് പറയുന്ന പോലെ പിള്ളേർ പറയും. എന്ന് പറഞ്ഞ പോലെ ഇതല്ലാണ്ട് ഇത് കേട്ടാലൊന്നും വയറ്റി പോകത്തില്ല. കാരണം ഇപ്പൊ ഓരോ മാസവും എത്ര 1000 പേരെ മരിച്ചോണ്ടിരിക്കുന്നവരിയാ. ഇവർക്കാർക്കും കൊടുക്കണ്ട. അത് സഹോദരനറിയാവോ? ഈ പെൻഷൻ ഒന്നും കൊടുക്കണ്ട. ഇപ്പൊ അതിൽ ലാഭമായിട്ട് കണ്ടിട്ട് എത്ര ലക്ഷം കോടി രൂപ ഇപ്പൊ ഐറ്റത്തിലാവണം 6 മാസം കൊണ്ട്. ജനം ഒരുപാട് മരിച്ചു വരും. ഇനി കൂടുതൽ മരണം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊന്നും കൊടുക്കണ്ടല്ലോ. ഇങ്ങനെ ജനത്തെ പറ്റിച്ചിട്ട് പോയി ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകില്ല. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടാം. മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു സമരം, അതിന്റെ ഫലം എന്താവും? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറയൂ. സമരം കൊണ്ട് വിജയിക്കാൻ സാധിച്ചുള്ളൂ. സമരം ചെയ്യണം. പക്ഷേ കോൺഗ്രസുകാര് നമ്മളെ KPCC പ്രസിഡന്റ് സുധാകരൻ സാറിലോടത്തോളം അതിന് വരൂല. അയാള് അങ്ങോട്ട് പോകാനുള്ള ഏർപ്പാടിലാണ് അപ്പുറത്തേക്ക്. അപ്പൊ അതുകൊണ്ട് അല്ലാത്തപോലെ അവിടെ സമരം ഏർപ്പാടിലാണെന്നാണ് താങ്കൾ പറയുന്നത്. എങ്ങോട്ട് പോകാനുള്ള ഏർപ്പാടിലാണെന്നാണ് താങ്കൾ പറയുന്നത്? അങ്ങോട്ട് പോകാനുള്ള ഏർപ്പാടിലാണ്. എങ്ങോട്ടാണെന്ന് ചോദിച്ചത്. ചാൻസ് ഉണ്ട്. അവിടെ വാതില് തുറന്നു വെച്ചേക്കാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെതിരെയൊക്കെ ആ മട്ടിൽ ആരോപണം പറയും. താങ്കൾ എങ്ങോട്ട് പോകുന്നു പറഞ്ഞില്ലെങ്കിൽ താങ്കളുടെ ഉദ്ദേശമെല്ലാം വളരെ വ്യക്തമാണ്. ആ മട്ടിലൊക്കെ ആരോപണങ്ങളൊക്കെ പറയുന്നത് ശരിയാണോ? അങ്ങോട്ട് പോകാൻ സമരം ചെയ്യാൻ പോകും. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില എന്തായാലും മറ്റൊരു പ്രശ്നമുണ്ട്. മുണ്ടക്കയത്ത് നിന്നും രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, കേരളത്തിന് അർഹമായ വിഹിതം കേന്ദ്രം നൽകുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടി കേരള സർക്കാർ ഡൽഹിയിൽ സമരം നടത്താൻ പോവുകയാണ്. 8-ാം തീയതി അടുത്ത ദിവസമാണ് സമരം നയിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണപക്ഷ MLA-മാരും എല്ലാം ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഇത് ആത്മവിശ്വാസക്കുറവ് കൊണ്ട് പോകുന്നതല്ലേ? കാരണം സുപ്രീം കോടതി കിടക്കുന്ന കേസാണ്. ആ കേസ് വന്നു കഴിയുമ്പോഴേക്ക് ആ കേസ് അനുകൂലമല്ല പ്രതികൂലമാണോ എന്നൊരു സംശയമുണ്ട് അവർക്ക്. പ്രതികൂലമായി വരുമെന്നുള്ളതിന്റെ ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ സമരത്തിന് പോകുന്നത്. ഇപ്പൊ സമരത്തിന് പോകേണ്ട കാര്യമുണ്ട്. കേസ് സുപ്രീം കോടതി കിടക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തേലും സഹായങ്ങളായി ഇപ്പൊ 100 രൂപ പിരിച്ചോണ്ട് പോയി 25 രൂപ കൊടുക്കുന്നുള്ളതാകും. ബാക്കി 75 രൂപ എടുക്കുക എന്ന് പറയും. സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ എങ്ങോട്ട് കൊണ്ടുപോകുന്ന എല്ലാവരും പറയുന്നത്. അവരിടത്തും കൊണ്ടുപോകുന്നില്ല. ഇല്ലാത്ത സംസ്ഥാനത്തിന് കൊടുക്കും. അതുപോലെ തന്നെ നമുക്ക് കൊടുക്കുന്നു. അത് പറയുമ്പോൾ നമ്മൾ കേരളം ചൂണ്ടിക്കാണിക്കുന്ന പല വിഷയങ്ങളും ഇല്ല. എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു സംസ്ഥാനത്ത് പിരിച്ച വിഹിതം മൊത്തം അവിടെ തന്നെ കൊടുക്കുകയല്ല. പക്ഷേ അത് തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഭരണപക്ഷ പാർട്ടി അല്ലാതെ BJP അല്ലാത്ത ഇതര സംസ്ഥാനങ്ങൾക്കൊക്കെ, കേരളമായാലും തമിഴ്നാടായാലും ബംഗാളായാലും കർണാടകയായാലും തെലങ്കാനയായാലും ഒരേ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അവർക്കെല്ലാം പണം കുറയ്ക്കുകയും ഗുജറാത്തിനും ഉത്തർപ്രദേശിനുമൊക്കെ പണം കൂട്ടുകയും ചെയ്യുന്നു. സാറേ, അത് പറയുന്നത് പറഞ്ഞാൽ ധനസഹായമായിട്ട് ഇങ്ങോട്ട് നേരിട്ട് ഇവർക്ക് കിട്ടുന്ന കാര്യം പറയുന്നു. അല്ലാതെ ഹൈവേ പണിയുന്നോ മെട്രോ പണിയുന്നോ ട്രെയിൻ പാളം പണിയുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇവർ പറയുന്നില്ല. അതെല്ലാം കൂടെ ചേർത്തല്ലേ ആകെ ഒരു സംസ്ഥാനത്തിന് കൊടുക്കേണ്ട വിഹിതം കൊടുക്കേണ്ടപ്പോൾ മറ്റ് ചില സംസ്ഥാനങ്ങൾക്ക് അധികമായി വലിയ വിഹിതം കൊടുക്കുകയും ചില സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ സംസ്ഥാനങ്ങളല്ല, ഇപ്പോൾ പരാതി പറയുന്ന സംസ്ഥാനങ്ങളെല്ലാം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ലേ? അല്ല, ഭരണപക്ഷം ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കുറവാണല്ലോ കിട്ടുന്നത്. ചില സംസ്ഥാനം കുറവുണ്ട്. അതുപോലെ നമുക്കിപ്പോ ഇത് കൊറോണ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യം മുഴുവൻ ഉണ്ടായതല്ലേ. അതിന്റെ എല്ലാം കേട് തീർക്കാനും കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ആളുകൾ അധികം മരണം സംഭവിക്കാതെ ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി മെച്ചപ്പെട്ട രീതിയിൽ അതിനെ മറികടന്നില്ലേ?
അത് മറികടന്നെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടെ സഹായത്തോടെ അല്ലേ കാര്യം പറഞ്ഞത്. വാക്സിനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇവിടെ പിണറായി വിജയൻ വാക്സിൻ ഉണ്ടാക്കിയാണോ? നമ്മളെല്ലാം ഉണ്ടാക്കിയത്. നമ്മൾ വാക്സിൻ എല്ലാം ഉണ്ടാക്കി നമ്മൾ വാക്സിൻ ഉണ്ടാക്കിയത് പിണറായി വിജയനാണോ നരേന്ദ്രമോദിയാണോ എന്നുള്ളതല്ല വിഷയം. രാജ്യത്ത് അസുഖം വന്നാൽ വാക്സിൻ ഉണ്ടാക്കേണ്ടത്, വാക്സിൻ എത്തിക്കേണ്ട ഉത്തരവാദിത്തമുള്ളത് ആദ്യത്തെ കേന്ദ്ര സർക്കാരിനാണ്. അതിപ്പോ ആരായാലും ആര് ഭരിച്ചാലും അവർ എത്തിക്കേണ്ടതാണ്. ഇതിന് പൈസ മുടക്കില്ലേ? ഉത്തരവാദിത്തം നിങ്ങൾ ഈ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നരേന്ദ്രമോദി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇത് ചെയ്യാനൊക്കോ? അതെന്താ നിങ്ങൾ പറയുന്നത്? ആ പുള്ളിയുടെ പേരിൽ എന്തെങ്കിലും അഴിമതിയോ ആക്ഷേപമോ വല്ലതും ഉണ്ടോ? ഒരു വെള്ളി രൂപ കട്ട കഷ്ടമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. പുള്ളി അടിച്ചോണ്ട് പോയി. അദ്ദേഹത്തിനെതിരെ ആർക്കെങ്കിലും എതിരെ, പ്രധാനമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുകയല്ല, കേരളത്തിൽ ലഭിക്കേണ്ട വിഹിതം കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് കേരളം പറയുന്നത്. കേരളത്തിൽ കിട്ടേണ്ട വിഹിതം കിട്ടുമെന്ന് കേരളത്തിൽ കിട്ടുന്നത് ചെയ്യും. അതുതന്നെ കോൺഗ്രസ് വരുത്തി വെച്ച കടങ്ങൾ മുഴുവനുണ്ടോ? അത് മുഴുവൻ പിടിക്കൊണ്ടൊക്കെയില്ലേ? അതെല്ലാം പറഞ്ഞു. പക്ഷെ ഇതൊന്നും ഇവിടുത്തെ BJP-യിലെ മൊന്തന്മാര് കഴുതകളി ചാൽച്ചർച്ച വന്ന യുവമാർക്ക് ഇതൊന്നും പറയാൻ അറിയത്തില്ല. നിങ്ങൾ മറ്റൊരു പാർട്ടിയിലെ BJP-യിലെ ഒരു പ്രധാന പാർട്ടിയുടെ നേതാക്കളെ കുറിച്ച് ആ മട്ടിലേക്ക് പ്രതികരിക്കുന്നത് ശരിയല്ല. ആരെ കുറിച്ച് നിങ്ങൾക്ക് പറയാം, പക്ഷെ ഞങ്ങൾ ആ വ്യക്തികളെ ആ തരത്തിൽ അവമാനിക്കുന്നത് തീരെ ശരിയല്ല. അങ്ങനെയല്ല സംസാരിക്കേണ്ട. ഒരു നിങ്ങൾ പലപ്പോഴും പൊതുവേദിയിൽ വിളിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ കുറെ കൂടി മാന്യമായ രീതിയിൽ ഉള്ള ഒരാളെ വിമർശിക്കണമെങ്കിൽ വിമർശനമാകാം, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ നമ്മൾ മാന്യമായ രീതിയിലും ഒരു അന്തസ്സോടു കൂടിയുള്ള വിമർശനങ്ങൾ വേണം ആർക്കെതിരെയായാലും ഉന്നയിക്കേണ്ടത്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, രാജനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് പറയാം. സാറേ, ഇപ്പൊ ആളുകൾ പറയുന്നത് എന്താ പിണറായി വിജയനും LDF ഗവൺമെന്റുമാണ് തെറ്റ്, അതുകൊണ്ടാണ് കേന്ദ്രം കൊടുക്കാത്തത്, ദൂർത്താണ്, അതാണിത്. അങ്ങനെ ഉണ്ടെങ്കിൽ കർണാടക എന്തിനാ സാറേ? നാളെ 7-ാം തീയതി കർണാടകയാണ് ആദ്യം സമരത്തിന് പോകുന്നത്. 8-ാം തീയതി കേരളം, തമിഴ്നാട് പോകുന്നു, സമരം ചെയ്യാൻ പോകുന്നു. മമതാ ബാനർജി ഓൾറെഡി അവിടെ സമരം ചെയ്തോണ്ടിരിക്കുക. 5-ാം തീയതി 6-ാം തീയതി സമരം ചെയ്തോണ്ടിരിക്കുക. അവിടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ഉള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഗവൺമെന്റുകളെല്ലാം പോവാ. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് മാത്രം തെറ്റ്, ഇവിടുത്തെ ഗവൺമെന്റ് മാത്രം തെറ്റ്, ബാക്കിയുള്ളവരെല്ലാം ശരിയാണോ? എന്തൊരു മണ്ടത്തരം ഇവരൊക്കെ പറയുന്ന ആൾക്കാർ. എന്നിട്ട് എന്താ ദൂർത്ത് ഇത് കോരി കൊടുക്കുന്നു. എടാ, ഈ എത്രയോ കാര്യങ്ങൾക്കുള്ള സബ്സിഡിയും കാര്യങ്ങളും പൈസയും കൊടുക്കാതിരിക്കുന്നു. നെല്ല് വാങ്ങിച്ചതിന്റെ സബ്സിഡി ഇതുവരെ കൊടുത്തിട്ടില്ല. 740 കോടിയുണ്ട്, സെൻട്രൽ ഗവൺമെന്റാണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജയചന്ദ്രനാണ് വർക്കലയിൽ നിന്നും. ശ്രീ ജയചന്ദ്രൻ, കേരളം ഒരു അസാധാരണമായ സമരത്തിന് ഒരുങ്ങുകയാണ്. ഈ 8-ാം തീയതി അടുത്ത ദിവസം ഡൽഹിയിൽ കേരള മുഖ്യമന്ത്രിയും ഭരണപക്ഷത്തെ മന്ത്രിമാരും MLA-മാരും എല്ലാവരും ചേർന്ന് ഒരു സമരം നടത്തുകയാണ്. കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്ന സാമ്പത്തികമായ രീതിയിലുള്ള അവഗണന ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത്. അത് തീർത്തും അനാവശ്യമായ ഒരു സമരമാണ് ഡൽഹിയിൽ നടക്കുന്നത്. എന്താണ് താങ്കൾ അങ്ങനെ പറയാൻ കാരണം? 13-ാം തീയതി സുപ്രീം കോടതിയിൽ ഈ ഒരു വിഷയം വിധി വരാനിരിക്കുമല്ലേ? അതെ, കോടതിയിലുമുണ്ട് ഈ വിഷയം. അപ്പം അത് കൊണ്ട് അതുവരെ കാത്തു നിൽക്കണമായിരുന്നു. അങ്ങനെ ഒരിക്കലും ഇത് ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു സംസ്ഥാനത്തോട് മാത്രം വിവേചനം കാണിക്കേണ്ട ഒരു വിഷയമില്ലല്ലോ. നീതി ആയോഗ് അങ്ങനെയുള്ള ഓരോ സംവിധാനങ്ങളും ഇല്ല. അങ്ങനെയല്ലേ നമ്മളെ ഓരോ സംസ്ഥാനത്തിനും കിട്ടുന്ന അർഹതകൾ ഇതെല്ലാം നിശ്ചയിക്കുന്നത്. പക്ഷെ അതിൽ ചില അസമത്വം ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രധാനമായും കേരളം ചൂണ്ടിക്കാണിക്കുന്നത്. കേരളം മാത്രമല്ല, തമിഴ്നാടും ആന്ധ്രാപ്രദേശും ഒക്കെ ഇങ്ങനെ ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ന്യായമായി ലഭിച്ചുകൊണ്ടിരുന്ന തുക അല്ലെങ്കിൽ ആ വിഹിതത്തിൽ വലിയ കുറവുണ്ടാകുന്നു. ചില സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു, ചില സംസ്ഥാനങ്ങൾ കിട്ടുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, അഹമ്മദ് അലിയാണ്. ശ്രീ അഹമ്മദ് അലി, താങ്കൾക്ക് പറയാം. ഹലോ അഹമ്മദ് അലി, പറഞ്ഞോളൂ. അതെ, കാണിക്കുന്നത് കേന്ദ്രം കാണിക്കുന്ന വളരെ മോശമായ കാര്യം. കാരണം വെച്ചാൽ പ്രതിപക്ഷം, അതായത് BJP ഭരിക്കാത്ത മറ്റു എല്ലാ സംസ്ഥാനത്തിലും അവർ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒന്നെങ്കിൽ ഗവർണറായാലും ഒന്നും വേണം. നമ്മുടെ ഇവിടെ ഈ പ്രളയം വന്നപ്പോൾ അതിന്റെ അരിയുടെ പൈസ മേടിച്ചില്ല, കണക്ക് പറഞ്ഞ് മേടിച്ചില്ല. നമ്മുടെ ഇവിടെ ഹൈവേയുടെ കാര്യം 5000 കോടി രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് അവിടുന്ന് സാങ്ഷൻ കിട്ടിയ ഇന്ത്യയിൽ വേറെ എവിടെ ഉണ്ട്? ഈ 1600 പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനം ഉണ്ടോ? ഈ ഞെക്കി പിഴിയുക എന്നുള്ള സംഭവമാണ്. ഈ സത്യത്തില് ഈ ഇടതുപക്ഷത്തിൽ നിന്ന് ഒരു 5-6 പേര് BJP-യിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ പ്രശ്നവും തീരും. രാഷ്ട്രീയ പാർട്ടിയാണ് പ്രശ്നം അല്ലേ? അല്ലല്ല, ഞാൻ സത്യം അത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ സാറേ. നമ്മുടെ കൺമുന്നിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇവിടുന്ന് എത്ര രൂപ നികുതി പിരിക്കുന്നു, ഈ മറ്റേ UP-യിൽ എത്ര രൂപ കൊടുക്കുന്നു, അവിടുന്ന് പിരിച്ചിട്ട് അവിടെ 3 ഇരട്ടിയായിട്ടല്ല കൊടുക്കുന്ന. നമ്മൾ പിരിച്ചിട്ട് നമുക്ക് അതിന്റെ പകുതി പോലും തരുന്നുണ്ടാ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇവിടുത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, നമ്മളെല്ലാത്തിനും ഈ വിദ്യാഭ്യാസമാണെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അവർ പൈസ തരാത്തത്.
പിന്നെ അത് എന്ത് പറയാനാണ്? ശരി, ഓക്കെ, നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളം ഇമ്മട്ടിൽ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് ഒരു സമരം ഡൽഹിയിൽ നയിക്കുന്നത് അസാധാരണമായ ഒരു സമരം കൂടിയാണത്. ആ സമരത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? സാറേ, വിഷയത്തിൽ നിന്നും മാറിപ്പോവാണെന്ന് പറയരുത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നു. നമ്മളെ ഈ 21 മന്ത്രിമാർക്കോ ബാക്കിയുള്ള 140 MLA-മാർക്ക് ആർക്കെങ്കിലും ശമ്പളം മുടങ്ങിയതായിട്ട് സാറിനൊന്ന് പറയാവോ? സാറിന്റെ അറിവിലുണ്ടോ? മാധ്യമപ്രവർത്തനമാണല്ലോ. സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാർക്ക് ശമ്പളം ഒന്നും മുടങ്ങിയിട്ടില്ല. ആർക്കും മുടങ്ങിയിട്ടില്ല. അപ്പൊ പെൻഷൻ മാത്രം, മറ്റേ ഈ പാവപ്പെട്ടവരുടെ പെൻഷൻ മാത്രം മുടങ്ങുന്നു. അതായത് രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഒരു മുടക്കും സത്യത്തിൽ വരുന്നില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ മന്ത്രിമാരെ എല്ലാം മുഖ്യമന്ത്രിയുടെ ഒക്കെ വീട്ടിലെ ഭക്ഷണം വരെ സർക്കാർ ചെലവിലാണെന്നാണ് ഞാൻ അറിഞ്ഞുള്ളത്. ശരിയാണെന്ന് പറഞ്ഞില്ല, തെറ്റാണെന്ന് ക്ഷമിക്കുക. ഇനി ഇതേപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഇതെല്ലാം ദൂർത്തട്ടി. പണ്ട് കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോഴും CPM കേരളം ഭരിക്കുകയാണ്, ഇതേവരും കേന്ദ്രം തരുന്നില്ല, കേന്ദ്രത്തിന്റെ അവഗണന, കേന്ദ്രത്തിന്റെ തെറ്റായ അത് ഇതെന്ന് പറഞ്ഞ് നിരന്തരം സമരമായിരുന്നു ഇവര്. ഓർമ്മയുണ്ടാവും സാറിന് എന്നെക്കാൾ പ്രായം കുറവാണെങ്കിലും പറയാണ്, ഇതിവരുടെ സ്ഥിരം പരിപാടിയാണ്. എന്ന് മാർക്സിസ്റ്റുകാര് ഇവിടെ കേരളത്തിൽ ഭരിക്കുന്നു അന്നൊക്കെ കേന്ദ്രത്തിന്റെ കുറ്റമാണ്. അപ്പൊ ഇവർക്കൊരു കുറ്റവും ഇല്ലേ? ഇവർക്കൊരു കുറ്റമില്ലെങ്കിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നേ ഞങ്ങൾ വിചാരിക്കുള്ളൂ. നിങ്ങളുടെ ഇപ്പോൾ കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ സമരത്തിന് വരുന്നുണ്ട്. അപ്പോൾ ആ സംസ്ഥാനത്തിലെ പ്രശ്നമാണെന്ന് പറയാൻ കഴിയുമോ? ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ലാവ്ലിൻ കേസ് വീണ്ടും മാറ്റി വെച്ചു കേട്ടോ. ഇതുമായിട്ട് എന്താണ് ബന്ധം? അല്ല, ഇതിനൊക്കെ ചില ബന്ധങ്ങൾ ചിലത് കിടക്കണ്ടെന്നേ. ഇതൊക്കെ ഇപ്പൊ പുള്ളി ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ വെറുതെ ഒരു പ്രഹസനത്തിന് അങ്ങോട്ട് പോകണാണ്. 13-ാം തീയതി എന്തായാലും സുപ്രീം കോടതി ഇതിന്റെ തീരുമാനം വരുമല്ലോ, അതുവരെ ഒന്ന് കാത്തിരുന്നുകൂടെ? ഇപ്പൊ ഒരു കണ്ണിപ്പൊടിയിടല് എന്തിനാണെന്നറിയോ? ഇവിടെയുള്ള ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കണം. വിശ്വസിക്കില്ല, ജനങ്ങൾ വിശ്വസിക്കില്ല. ആ കാലം പോയിന്നേ. നിങ്ങളെ പോലെ ദൃശ്യമാധ്യമങ്ങളുള്ള കാലമല്ലേ. ഇനി ഇവര് കാണിച്ചുകൊണ്ടിരിക്കണ എല്ലാ തെമ്മടത്തിലും ജനങ്ങൾ കാണും. പണ്ടാണ് കവലകളിൽ നിന്ന് നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കായിരുന്നു. ഇനി അത് പറ്റും സാറിന് തോന്നുന്നുണ്ടോ? ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ സമരം? ക്ഷമിക്കണം, രവീന്ദ്രനല്ല, ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ്? കേരളം ഒരു അസാധാരണമായ സമരത്തിന് ഡൽഹിയിലേക്ക് പോവുകയാണ്. ഈ സമരത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം. നമസ്കാരമുണ്ട്, പറയൂ. എനിക്ക് മനസ്സിലാകാത്തത് സാറേ, ഈ കൊല്ലത്ത് നിർമ്മലാ സീതാരാമൻ വന്ന് ഈ കണക്ക് അവതരിപ്പിച്ചപ്പം ഇവർക്ക് ഒന്ന് വിശദീകരിച്ച് കൊടുത്താൽ പോരായിരുന്നു. ഈ ഡൽഹി വരെ പോയി സമരം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? 3100 രൂപ ഇവർക്ക് കിട്ടാനുണ്ടെന്ന് പറയും, ഇവർക്ക് കൊടുക്കാനുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഇവര് പറയുന്ന 57,000 കോടി കിട്ടാനുണ്ടെന്ന്. 3100 കോടി എന്ന് അവരും പറയുന്നു. ഈ കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് ആ 3100 കോടി പോലും കൊടുക്കാതിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഉണ്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ അവിടെ ചെന്ന് സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ? മറ്റുള്ള സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ല, വാങ്ങി ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. ഇത് വാങ്ങി സ്വന്തം മക്കൾക്ക്, മരുമക്കൾക്കും പാർട്ടിക്കാർക്കും കൊടുക്കുകയാണ്. പശുവിനും കന്യാലി തൊഴുത്തിനും ഒക്കെ കോടികളും ലക്ഷങ്ങളും മുടക്കുന്നത്. ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് പൈസ ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ജനം എങ്ങനെ സഹകരിക്കുന്നതാണ് ചോദിക്കുന്നത്. ഇവരോട് ഇവരുടെ കൂടെ ഏതെങ്കിലും ജനം സഹകരിക്കുമോ? ഈ കള്ളത്തരമൊന്നും കൊണ്ട് കഴിഞ്ഞ കൊല്ലം ഇലക്ഷൻ നേടിയതല്ലോ ഇപ്പൊ നേടാൻ സാധിക്കില്ല. പിന്നെ സുധാകരൻ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണെങ്കിൽ അതിന് മുമ്പ് പോയ ഇവരുടെ പാർട്ടിക്കാരനുണ്ട്. ആദ്യം പോയി കാണിച്ചു കൊടുത്തത് ഇവരുടെ പാർട്ടിക്കാരനാണ്. കണ്ണന്താനമാണ് ആദ്യം പോയി കാണിച്ചു കൊടുത്തത്. ഇവിടെ എവിടെയും പോവാം. ആ ഒരു പാർട്ടിയുടെ അനുവാദം വേണ്ട, യാതൊരു പാർട്ടിയുടെ അനുവാദം ആർക്കും വേണ്ട. സൗകര്യമുള്ള പാർട്ടിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഇപ്പൊ നിലവിലുള്ള കാര്യം പറയട്ടെ. ഓക്കെ സാർ. ശരി, മറ്റൊരു പ്രശ്നമുണ്ട്. കണ്ണൂരിൽ നിന്നും ദാസനാണ്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു സമരം കേരളം നടത്തുന്നത് ന്യായമായ ഒരു സമരമാണോ? അങ്ങനെ ഒരു സമരം കൊണ്ട് കേരളത്തിന് നേട്ടമുണ്ടാവാൻ സാധ്യതയുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ആദ്യം ഞാൻ പറയട്ടെ, ഇവരെ കൃത്യമായിട്ട് രേഖ കൊണ്ട് സുപ്രീം കോടതിയിൽ പോയി സമീപിക്കട്ടെ. സുപ്രീം കോടതി അവതരിപ്പിക്കുക. ഇന്ന് ഇത്ര ഉറത്ത കിട്ടാണ് ഇന്ന തരത്തില് എന്ന് പറയണം. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇപ്പോ നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുന്നത്, ഇവിടെ ഏതെങ്കിലും BJPനോ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനോ ഏതെങ്കിലും MLAക്കോ MPക്കോ മുൻ മന്ത്രിമാർക്കോ ആർക്കെങ്കിലും പെൻഷനോ ശമ്പളമോ കിട്ടാൻ ബാക്കിയുണ്ടോ? ഇവിടെ ആ കഞ്ഞി കുമ്പിളി പിടിക്കുന്ന കോറിന് മാത്രമേ വിഷമമുള്ളൂ. ഇവിടെ ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്നത്, ഞാൻ പറയുന്നത്, ഒരു ഭരണകൂടം ഒരു നിയമസഭ ബില്ല് കൊണ്ടുവന്ന് ആ ബില്ല് ഗവർണർ ഒപ്പിട്ട് പാസ്സായ ശേഷം അങ്ങനെ അതും പ്രകാരമാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ക്ഷേമ പെൻഷൻ ഓരോരുത്തരുടെ അവകാശമാണ്. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം പെൻഷനും കൊടുക്കുന്ന പോലെ കൊടുക്കാൻ കഴിയാത്തതിന്റെ കാരണം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ ലഭിക്കേണ്ട പണം കിട്ടുന്നില്ല എന്നുള്ളതാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അതല്ലേ നമ്മൾ സുപ്രീം കോടതി സമീപിക്കട്ടെ കണക്കുകൊണ്ട്. ജനാധിപത്യ രാജ്യത്ത് കോടതി നിയമപരമായ പോരാട്ടം മാത്രമല്ല, അത് രാഷ്ട്രീയ പോരാട്ടം കൂടി ഉൾപ്പെടുന്നതാണ്. ജനാധിപത്യത്തിന്റെ രീതി അങ്ങനെ തന്നെയാണ്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ദുബൈയിൽ നിന്നും അബ്ദുൾ റഹ്മാനാണ്. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾക്ക് ഈ സമരത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം?
ഹലോ ഹലോ അബ്ദുൾ റഹ്മാൻ. ഹലോ അബ്ദുൾ റഹ്മാൻ ആണോ? അബ്ദുറഹ്മാൻ. ശരി, സംസാരിച്ചോളൂ. എനിക്ക് പറയാന്ന് പറഞ്ഞാൽ ഈ സമരം തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ കേന്ദ്രത്തിന്റെ അവഗണന തുടങ്ങുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നു രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന്. അപ്പൊ ഇത് വിധി വരുന്നതിന്റെ മുൻപ് ഇവരെ ഇറങ്ങാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കേസ് മാറ്റി വെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനുള്ള അവസരം കോടതിക്ക് കൊടുക്കരുത്. ഒന്ന്. രണ്ട് എന്ന് പറഞ്ഞാൽ ഈ അവഗണന എന്ന് പറയുന്നത് ഇപ്പം BJP മാത്രമല്ല ചെയ്തത്. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, മൻമോഹൻ സിംഗിന്റെ കാലത്ത് പോലും മൻമോഹൻ സിംഗ് ആരാന്ന്? BJP നേതാവാണ്, RSSന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അല്ലല്ലോ. ഇത് കോൺഗ്രസ് പണ്ട് നെഹ്റുവിന്റെ കാലം മുതൽ കേരളത്തെ നല്ലൊരു ഭരണത്തെ പിരിച്ചുവിട്ട അന്ന് മുതൽ തുടങ്ങിയതാണ്. അപ്പൊ ഇത് ഇന്ന് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളും കേരളത്തിന്റെ ഇങ്ങനെയുള്ള സമരമുറകളും വികസനവുമാണ് മാതൃകയാക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് കേന്ദ്രത്തിന് മനസ്സിലായി ഇനി ഒരു അക്കൗണ്ട് ഒന്നും തുറക്കാൻ കേരളത്തിന് പറ്റത്തില്ല. അപ്പൊ അതിനു വേണ്ടി അവരാൽ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഈ വിഷയത്തിൽ ചർച്ച തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തൃശ്ശൂരിൽ നിന്നും സുരേന്ദ്രനാണ് ചേരുന്നത്. കേരള സർക്കാർ കേന്ദ്രത്തിൽ നടത്താൻ പോകുന്ന, ഡൽഹിയിൽ നടത്താൻ പോകുന്ന സമരത്തെക്കുറിച്ചാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ശ്രീ സുരേന്ദ്രൻ, ഈ ഒരു അസാധാരണമായ സമരത്തിലേക്ക് കേരളം നീങ്ങുകയാണ്. കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട സാമ്പത്തിക വിഹിതം ലഭിക്കുന്നില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സമരം ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഈ സമരത്തെക്കുറിച്ചുള്ള അഭിപ്രായം? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത്, നമ്മൾ കേന്ദ്രത്തിന് കടമെടുപ്പിനൊരു പരിധി വെച്ചിട്ടുണ്ട്, സംസ്ഥാനങ്ങൾക്കും വെച്ചിട്ടുണ്ട്. കേന്ദ്രം ഈ പരിധിയിൽ നിന്ന് കൂടുതലായിട്ട് മുന്നോട്ട് കടമെടുപ്പിന് ആ മാനദണ്ഡം ലംഘിച്ചിട്ടുണ്ടോ? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത്, നമ്മുടെ CNG റിപ്പോർട്ട്, കൺട്രോളർ ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടുകൾ സാധാരണ നമ്മൾ സംസ്ഥാനങ്ങളുടെയും കാണാറുണ്ട്, കേന്ദ്രത്തിന്റെയും കാണാറുണ്ട്. ഇപ്പൊ കേന്ദ്രത്തിന് ഈ കൺട്രോളർ ഓഡിറ്ററും ജനറൽ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടോ എന്ന് അറിയില്ല. അത് ആ റിപ്പോർട്ടുകളൊന്നും പുറത്തേക്ക് വരുന്നതായിട്ട് കാണില്ല. കാരണം ഈ കേന്ദ്രത്തിന്റെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന എന്റെയും കൂടി രാജ്യമാണ്. ആ രാജ്യത്തിലെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? എവിടെ നിന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? ഇവര് പറയുന്ന കാര്യങ്ങളല്ല. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് വരട്ടെ. അവര് പറയുന്ന ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണോ ഇവര് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണോ ഇവര് ഈ UPക്കും ഗുജറാത്തിനും ഇവർക്കൊക്കെ ചെയ്യണത്? കാരണം ഇപ്പൊ കേരളം ചെയ്ത തെറ്റെന്താ? പല പ്രതികരണങ്ങളും ഇപ്പൊ വരുന്ന പ്രതികരണങ്ങളുടെ ഒരു രീതി കണ്ടല്ലോ, ഒരു ഭീഷണി ഞങ്ങൾ കേരളത്തിന് കൊടുക്കില്ല അങ്ങനെയൊക്കെ പറയുന്നത്. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇനി പിണറായി വിജയൻ അഴിമതി കാണിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അതിനെതിരെ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടാലോ. ഇപ്പൊ ED മറ്റുള്ള കാര്യങ്ങളും എല്ലാ സംസ്ഥാനങ്ങളും ഇടപെടുന്നുണ്ട്. ആ ദുർവിനിയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ, പണത്തിന് ദുർവിനിയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് കേന്ദ്ര ഗവൺമെന്റ് അതിൽ ഇടപെടാലോ. എന്തിനാത്രയും ഈ ഇത് ചെയ്യണം? നേരത്തെ പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട വകയ്ക്ക് പോയിട്ട് പോകുമ്പോ നമ്മുടെ അവിടുത്തെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ അടുത്ത് തുടങ്ങിയതാണ്, ഭീഷണിയുടെ ഒരു സ്വരാണ്. കിട്ടില്ല, ഞങ്ങൾ കൊടുക്കില്ല, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണ്. അഭിപ്രായം വളരെ വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും ദീപു എന്ന പ്രശ്നം കൂടി ചേരുന്നു. ശ്രീ ദീപു, കേരളം അസാധാരണമായ ഒരു സമരത്തിലേക്ക് പോവുകയാണ്. ഈ സമരത്തിന്റെ ഫലം എന്താവും? ഇത് നമ്മള് നിയമപരമായിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഇവിടെ പറയുന്ന കേട്ടാത്തൊന്നും BJPയുടെ ഏതെങ്കിലും വീട്ടിൽ നിന്നാണ് നമുക്ക് ഇവിടുന്ന് കൊണ്ടുവന്ന് ചാക്കി കെട്ടിക്കൊണ്ടുപോകുന്ന കാശിന്റെ വിഹിതമാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാരും BJPക്കാരും കൂടെ ചേർന്നുകൊണ്ടാണ് ഇടത് വിരുദ്ധത ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കേരള വിരുദ്ധത സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസ് ഭരിക്കുമ്പോഴായിട്ട് BJP ഭരിക്കുമ്പോഴത്തെ കേരളത്തിന് വാരിക്കോരി തന്നുകൊണ്ടാണല്ലോ നമ്മൾ എയിംസിൽ പോയി ചികിത്സ നടത്തുന്നത്. നമ്മുടെ കേരളത്തിലെ എയിംസില്, കേരളത്തിലെ IIT പിള്ളേർ പോയി പഠിക്കുന്നത്. നമ്മൾ കോച്ച് ഫാക്ടറി എന്നല്ലേ നമുക്ക് കഞ്ചിക്കോട് ആരംഭിച്ച ഈ കേന്ദ്രം ആരംഭിച്ച കോച്ച് ഫാക്ടറി എന്നല്ലേ നമ്മൾ ഈ റെയിൽവേ ബോഗികളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞത്? കേരളത്തെ എന്നും അവമാനിക്കുക, കേരളം നല്ല കുട്ടികൾ പഠിക്കുന്നത് പോലെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക, അവരുടെ എല്ലാം 1ാം നമ്പർ അവാർഡുകൾ നീതി ആയോഗിന്റെ ആയാലും മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന അതേ സംവിധാനത്തിന്റെയൊക്കെ അവാർഡുകൾ കേരളം വാങ്ങിക്കുക, ലോക നിലവാരത്തിൽ എത്താൻ പാടുപെടുക, ജനങ്ങളും അതുപോലെ നിൽക്കുക. എന്നിട്ട് ഇവർക്ക് കൃത്യമായിട്ട് അവരുടെ ലെവലിൽ നിന്നുള്ള പണം കൊടുക്കാതിരിക്കുക, വെട്ടിക്കുറയ്ക്കുക. നമ്മൾ ഈ സംസാരിക്കുന്നത് നമുക്ക് തരാനുള്ളതിന്റെ കാര്യം അത് ബ്രാൻഡ് ചെയ്യുക. എന്താ വീട്
അത് മോഡി വരുന്നത് 5% പേർക്ക്, എന്നിട്ട് അത് മുഴുവൻ 100% വീടുകളിൽ മോഡിയുടെ പേരൊട്ടിക്കുക, റോഡിലെല്ലാം മോഡിയുടെ പേരൊട്ടിക്കുക. ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്? വളരെ വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും ദീപു ആണ് പ്രതികരിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇങ്ങനെ ഒരു സമരം തന്നെ അനാവശ്യമാണ്, കേരളത്തിന് അങ്ങനെ ന്യായമായ പണമെല്ലാം കിട്ടുന്നുണ്ട്, രാഷ്ട്രീയ ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ സമരം എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല, കേരളത്തിന് ലഭിക്കേണ്ട പണം കേന്ദ്രം നൽകുന്നില്ല, അത് രാഷ്ട്രീയമായി ഉള്ള വിരോധം കൊണ്ടുകൂടിയാണ് പണം നൽകാത്തത്, ഇതിനെതിരെ ശക്തമായ സമരം വേണമെന്നും കേരളം അത് യോജിച്ചു നിൽക്കണം എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു, സ്വാഭാവികവുമാണത്. അത്തരം മറ്റൊരു വിഷയവുമായി നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി.